നോക്കൂ, കോട്ടയം പൂഞ്ഞാറിലും വോട്ടിന് പണമെന്ന ആരോപണം വരികയാണ്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി 17ാം ബൂത്തിൽ BJP മണ്ഡലം ഭാരവാഹി പണം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലീസിനും പരാതി നൽകി. ഈരാറ്റുപേട്ട സുഹൃത്തുക്കളെ, ഞാൻ നമ്മുടെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിലെ പങ്കാളിയായിട്ടാണ് ഈ വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഭയങ്കര സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് വോട്ട് ചെയ്യാൻ കഴിഞ്ഞത്. വലിയ തിരക്കൊന്നും കാണാനില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. തിരക്കിൽ കൂടിയാൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് വോട്ട് കൂടുക എന്ന ചില വർത്തമാനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വലിയ പരിചയമൊന്നുമില്ല. എന്തായാലും സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലുള്ള പണത്തിന്റെയും അധികാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയൊക്കെ ഒരു വലിയ കൂത്തരങ്ങായിട്ട് നമ്മുടെ കേരളം മാറുന്നു കണ്ടു. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിരിക്കും, കേരളത്തിലെ എല്ലായിടത്തും പണം കൈമാറുന്ന ദൃശ്യങ്ങൾ, അതൊന്ന് BJP ആണെങ്കിൽ രണ്ടാമത് പണം കൈമാറുന്ന ദൃശ്യങ്ങൾ കിട്ടിയിട്ടുള്ളത് അത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്നാണ്. ഇനി എന്റെ മൂന്നാമത്തെ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു LDF-കാരൻ, ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവന്റെ അണികൾ ആരെങ്കിലും വോട്ടിന് വേണ്ടി പണം കൊടുക്കുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നതിനാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. നോക്കൂ, കിട്ടുന്ന വാർത്തകൾ മുഴുവൻ BJP പണം കൈമാറുന്നു എന്ന സംഗതികളാണ്. നോക്കൂ, 3ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുഹമ്മദ് ഷാജി MA ആണ് പണം നൽകുന്നത്. അത് വീഡിയോ അടക്കം നമ്മുടെ മുമ്പിലേക്ക് ഈ സംഗതികളൊക്കെ കിട്ടിയെന്നുള്ളതാണ്. ഇന്നലെ പണം കൊടുപ്പിന്റെ ഏറ്റവും വൃത്തികെട്ട വേർഷൻ നടന്നത് അത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന പാലക്കാട്ടത്തെ ആ ഒരു മത്സരത്തിൽ നിന്നാണ്. പണം കൊടുത്തിട്ട് ഈ വോട്ട് വാങ്ങിക്കാം എന്നതിന്റെ ഏറ്റവും ഭീകര വൃത്തികെട്ട നാറിയ വേർഷൻ നമ്മളെ കണ്ടത്. എന്നിട്ടും അവര് അങ്ങനെ പണം കൊടുത്തു കഴിഞ്ഞിട്ടും അതിനെ ന്യായീകരിക്കുന്ന കണ്ടപ്പോൾ, ഒരു ഉളുപ്പമില്ലാതെ ന്യായീകരിക്കേണ്ടപ്പോൾ എന്തൊരു ധൈര്യമാണ്, എന്തൊരു ധാർഷ്ട്യമാണ് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഒന്നുകൂടി എനിക്കുണ്ടായത്, ആ ഒരു ധൈര്യം അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത്, ഇങ്ങനെ എന്ത് തന്നെ തൊട്ടിത്തരം ചെയ്തു കഴിഞ്ഞാലും തനിക്കെതിരെ ഒരു കേസും വരില്ല എന്നുള്ള തോന്നലാണോ ഇവർക്കുള്ളതെന്ന് തോന്നുന്നു. അവസാനം തന്റെ ആ ഒരു പണം കൊടുക്കുന്ന വീഡിയോ എടുത്തതിനാണ് ഇവർക്ക് പ്രശ്നം. പണം കൊടുത്തതിന് ഇവർക്കൊരു പ്രശ്നം കാണാൻ സാധിക്കുന്നില്ല. അവസാനം ആ പണം കൊടുക്കുന്നത് വീഡിയോ എടുത്ത പയ്യനെതിരെ ആ സ്ത്രീ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാറ് നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ? കണ്ടില്ലേ, ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചിത്രസഹിതം നമുക്ക് വ്യക്തമാണ്, വീഡിയോ സഹിതം നമുക്ക് വ്യക്തമാണ്. എന്നിട്ട് പോലും ഈ താൻ ചെയ്ത ആ മഹത്തായ ആ ഒരു സംഭവത്തെ എങ്ങനെയെങ്കിലും മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ആ പയ്യനെതിരെ ലൈംഗിക ആരോപണം അടക്കെടുത്തു. ഇത് നമ്മുടെ നാട്ടിലെ ചില സ്ത്രീകളുടെ ഒരു രീതിയാണ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ചില സ്ത്രീകളുടെ രീതിയാണ്. തോൽക്കുന്നിടത്ത് ലൈംഗിക ആരോപണം വെക്കുക, എന്നിട്ട് അതിൽ നിന്ന് മെല്ലെ ഊരിപ്പോരാൻ ശ്രമിക്കുക. ആ പയ്യൻ ലൈംഗിക ആരോപണം നടത്തിയിട്ടില്ല, ആ ഒരു പയ്യന്റെ രാഷ്ട്രീയമായിട്ട് ചേർന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ആ വീഡിയോയിൽ കൂടി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് ആ പയ്യൻ അങ്ങനെ ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്തു. ജനാധിപത്യ രാജ്യമായതുകൊണ്ട്, കേരളം ജനാധിപത്യ രാജ്യമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ആ പയ്യൻ കൃത്യമായിട്ട് ചോദ്യം ചെയ്തു, നിങ്ങളൊരു കാൻഡിഡേറ്റ് അല്ലേ, ഇങ്ങനെ പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നത് ശരിയാണോ എന്ന് കൃത്യമായും ചോദ്യം ചെയ്തു. അത് ചോദ്യം ചെയ്ത് മാത്രമല്ല, ആ ചോദ്യം ചെയ്ത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത ഒരു ചാനലുണ്ട്. ആ ചാനലിന്റെ പേര് മീഡിയ വൺ എന്നാണ്. മീഡിയ വൺ ഒരു മുസ്ലിം ചാനലാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ചാനലാണ്, അല്ലെങ്കിൽ മൗദൂദി ചാനലാണ് എന്ന നിലയിൽ അവസരം മീഡിയ വണ്ണിനെതിരെയും ഈ സ്ത്രീ തന്റെ കൈകൾ ഉയർത്തി എന്നുള്ളതാണ്. അത് കാണുന്നില്ല. അതിന് കേരളത്തിലെ, ഞാൻ പറയട്ടെ, പോലീസ് മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണം. അതെന്തിനാ റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണമെന്ന് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും എന്നുള്ളതാണ്. കാരണം ആ ചോദ്യം ചോദിക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല ശോഭാ സുരേന്ദ്രനോട് അവിടെയുള്ള മാധ്യമങ്ങൾ. എല്ലാ മാധ്യമങ്ങളും അവിടെ കട്ടയ്ക്ക് ഒരുമിച്ച് വന്നു. ജനാധിപത്യം തകർക്കാൻ നിങ്ങളെ കൊണ്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തൊരു ദൃശ്യം നിങ്ങൾ കാണണം.
ഞാനേ ഇതൊക്കെ വീഡിയോ എടുത്ത പഹയന്മാരെ ഞാൻ സമ്മതിക്കുക. ഒളിച്ചും പതുങ്ങി ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. നോക്കിയ പോക്കറ്റിൽ കൈയിടുന്നു, ആ പൈസ എടുക്കുന്നു, കൊടുക്കുന്നു. ഏതോ പഹയന്മാര് ലവന്മാര് പുല്ലിന്റെ ഇടയിലൊക്കെ മറഞ്ഞു നിന്നിട്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കൊടുക്കുന്നത് ഒരു BJP സ്ഥാനാർത്ഥിയാണെന്നേ. ഈ കൊടുക്കുന്ന ഒരു BJP സ്ഥാനാർത്ഥിയാണ്. BJPക്കാരാണ് ഒട്ടുമിക്ക സ്ഥലത്തും പണം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ പണം കൊടുത്ത്, മദ്യം കൊടുത്ത്, മയക്കുമരുന്ന് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ നാടിനെ. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. കണ്ടില്ലേ, അവിടെയും നടക്കുന്നത് ഈ പണക്കൊഴുപ്പ് മാത്രമാണ്. അവിടെയും പണം കൊടുത്ത് വരുതിയിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവിടെയും നടന്നത്. അതിനിടയ്ക്ക് ഒരു അമ്മമ്മയുടെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് അമ്മമ്മ തന്റെ വീട്ടിലേക്ക് കിട്ടിയ കിറ്റൊക്കെ പറയുന്നുണ്ട്. അവസാനം അമ്മച്ചി പറയുന്ന രസകര സംഗതി, കിറ്റൊക്കെ കൊണ്ടുവന്നോട്ടെ, പക്ഷേ ഞങ്ങൾ അവർക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്നാണ് അമ്മച്ചി പറയുന്നത്. എനിക്ക് അമ്മച്ചി ഇഷ്ടമായി കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിരിക്കണം രാഷ്ട്രീയ ബോധമുള്ള, നമ്മുടെ രാജ്യത്തെ പറ്റിയിട്ട് നല്ല ചിന്താഗതിയുള്ള അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ആയിരിക്കണമെന്ന് എനിക്കിങ്ങനെ ചുമ്മാ തോന്നിപ്പോയി. എന്തായാലും സുഹൃത്തുക്കളെ, വോട്ടെടുപ്പ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക എന്ന് വിചാരിക്കുന്നു. എന്തായാലും ചിന്തിച്ച് വോട്ട് ചെയ്ത് ഒരു നല്ല ഭരണം തുടരാൻ നിങ്ങൾ അനുവദിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ബൈ.